നമസ്കാരം. 2024 തെരഞ്ഞെടുപ്പുകളുടെ ഒരു വർഷം തന്നെയായിരുന്നു. നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 2024 നടന്നു എന്ന് മാത്രമല്ല, 2024 ഇന്ത്യയിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. ലോകം മുഴുവൻ 2024 ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളെ നോക്കിയിരിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. 2025 സംബന്ധിച്ചിടത്തോളം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ഉള്ളത്. അതിൽ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യം തന്നെ കഴിഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്നത് നിർണായകമായ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പൊതുവെ തെരഞ്ഞെടുപ്പുകൾ കുറഞ്ഞ വർഷം എന്ന് നമുക്ക് 2025 വിലയിരുത്താം. ദില്ലിയിലും ബീഹാറിലും മാത്രമാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. 2026 മുതൽ മറ്റ് പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും, കേരളം അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2025 തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്ക് കുറഞ്ഞ ഒരു സമയമാണ് എന്ന് പറയാം. അപ്പോഴാണ് കേരളത്തിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചതോടുകൂടി PV അൻവർ LDF വിടുന്നു. സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ LDF വിടുന്നു. CPIM-നോട് തെറ്റിപ്പിരിയുന്നു. പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആ MLA സ്ഥാനം രാജിവെക്കുന്നു. MLA സ്ഥാനം രാജിവെക്കുന്നത് നിയമസഭയുടെ കാലാവധി 1 വർഷം മാത്രം, കഷ്ടിച്ചൊരു വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ്. 6 മാസത്തിൽ കൂടുതൽ കാലാവധി ഉണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് ചട്ടം. അതുകൊണ്ട് തന്നെ ഒരാവശ്യവുമില്ലാതെ കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ വരുന്ന ജൂൺ 19 തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 23 തെരഞ്ഞെടുപ്പ് ഫലവും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ കേരളത്തിലെ നിലമ്പൂരിൽ മാത്രമല്ല, 4 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുക. ഈ 4 സംസ്ഥാനങ്ങളിലായി 5 അസംബ്ലി മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഗുജറാത്ത്, കേരള, പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ പഞ്ചാബ് സംസ്ഥാനങ്ങളിലാണ് ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതായത് ഈ നിലമ്പൂരിനൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. UDF-ഉം LDF-ഉം BJP-യും ഒരുപോലെ തന്നെ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങേണ്ടി വരും. കാരണം LDF-ൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു നിലമ്പൂർ എന്നത്. അതേസമയം നിലമ്പൂർ പരമ്പരാഗതമായി നോക്കിയാൽ UDF-ന് UDF-ൻ്റെ ശക്തി കേന്ദ്രമായ ഒരു സീറ്റ് കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ സീറ്റാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കോൺഗ്രസിനും നിർണായക സ്വാധീനമുള്ള ഒരു സീറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്രൻ എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിലൂടെ CPIM-ന് കഴിഞ്ഞ 10 കൊല്ലക്കാലം ഈ സീറ്റ് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ആ മേധാവിത്വം ഇപ്പോൾ CPM-ന് നഷ്ടമാവുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ UDF എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഒഴികെ മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF-നാണ് വലിയ വിജയം കിട്ടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഇടതുമുന്നണിയെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അട്ടിമറിച്ചു. നമ്മൾ തൃക്കാക്കര കണ്ടതാണ്, പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അവിടെയെല്ലാം നിർണായകമായ പോരാട്ടത്തിൽ UDF-നാണ് മേൽക്കൈ കിട്ടിയത്. പാലക്കാടാണ് എങ്കിൽ BJP-യും UDF-ഉം തന്നെ തമ്മിലായിരുന്നു പോരാട്ടം എന്ന് നമുക്ക് പറയാം. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം LDF അവരുടെ മണ്ഡലം നിലനിർത്താൻ അവർക്ക് സാധിക്കുമോ, അൻവർ ഇല്ലാതെ അതിന് സാധിക്കുമോ എന്ന ചോദ്യമാണ് LDF-ന് മുന്നിൽ ഉയർത്തുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ ഇപ്പുറത്ത് വന്നാൽ UDF ക്യാമ്പിൽ നിന്നുകൊണ്ട് അവിടെ വിജയം അവർക്ക് വേണ്ടി ഒരുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചോദ്യം. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ പരമ്പരാഗതമായി അവർക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലം ഏതാണ്ട് ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവ് 6 തവണ വിജയിച്ച മണ്ഡലം. ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ ആ പഴയകാല പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് UDF-ൻ്റെ മുന്നിലുള്ളത്. എന്തായാലും ഇത്തവണയും UDF അവിടെ വിജയിക്കുകയാണ് എങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. അതായത് UDF ഈ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച് കയറിയത് സിറ്റിംഗ് സീറ്റിലാണ്. പക്ഷേ സിറ്റിംഗ് സീറ്റിലല്ല, LDF-ൽ നിന്നും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് UDF-ന് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നതാണ്
നിലമ്പൂരിൽ UDF-ൽ വിജയിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം, അവിടെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവി അത് വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോവുകയാണ്. സർക്കാർ 4ാം വർഷം ആഘോഷിച്ച് അതിൻ്റെ ഉന്മാദത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഘട്ടത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോൽവി പിണയുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പക്ഷേ ഇത് വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എത്രമാത്രം വോട്ട് കൂടുതൽ നേടാനാകും എന്ന് മാത്രമായിരിക്കും BJP-യും ചിന്തിക്കുക. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയോജനമില്ലാത്ത, രാഷ്ട്രീയമായി നോക്കിയാൽ വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂർ തെരഞ്ഞെടുപ്പും മാറും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.